ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ശ്യാം പുഷ്കരനുണ്ട്. ഐ മീൻ അദ്ദേഹത്തിന് അറിയോ ദാറ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ റിട്ടൺ ബൈ ശ്യാം പുഷ്കരൻ എന്ന് പറഞ്ഞാൽ ആളുകൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയിട്ട് ഹൗസ്ഫുൾ ആവുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയോ കാര്യം? ഇപ്പൊ നിങ്ങളിപ്പോ ഇതേ സംഭവം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കര രസമായിട്ട് പുള്ളി സെൽഫ് ട്രോൾ ചെയ്ത് നിങ്ങളോട് പറയും, മനസ്സിലാവുക. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്താ പറയുന്നത്, നമ്മളിപ്പം എടുത്തു വെച്ചു കൊടുക്കുന്ന കിരീടമൊക്കെ അത് അങ്ങനെ തന്നെ ആ കിരീടം എടുത്തു വെച്ച് ആ വെയിറ്റിൽ നടക്കുന്ന ആൾക്കാരെ അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയാല് പുതിയതായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് മനസ്സിലാവും. നിങ്ങളുടെ ഇന്റർവ്യൂ സൂപ്പർ ഇന്റർവ്യൂ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് എന്താ പുതിയതായിട്ട് ചെയ്യാനൊന്നുമില്ല. അവരെല്ലാവരും എനിക്ക് അവരെ നിന്നൊക്കെ മനസ്സിലാകുന്നത് അവർ അടുത്തൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. പക്ഷെ എക്സ്പീരിയൻസിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ടാവും, അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. മറ്റൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹം ആളുകൾക്ക് കൊടുക്കുന്ന ചില ഇപ്പോൾ സിനിമയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ചില പോയിന്റ്സ് ആണ്, ചില ചൂണ്ടുപലകകൾ എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടാണ്, ഈ ഫാഫയുടെ അടുത്ത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത് ആദ്യം ധനുഷിനൊക്കെ വെച്ച് ആലോചിച്ചതാ, പിന്നെ ആളെ കിട്ടിയില്ല. സാധാരണ സുരേഷ് കൃഷ്ണനൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യാൻ പറ്റിയതെന്നാണ്. അതിന് ഷമ്മി ഫുൾ ഏറെക്കുറെ കവേർഡായി, മനസ്സിലായോ? അതായത് നമുക്ക് ധനുഷിന്റെ ഒരു റേഞ്ച് വേണം, സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്, അതാണ് അവരുടെ കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് മനസ്സിലായത് അതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പറയോ, എന്തൊക്കെയാ ക്യാരക്ടറിനെ പറ്റി? ഞാൻ ഫസ്റ്റ് ദിവസം ഇതേപോലെ ഞാൻ മിക്കവാറും 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞു. അതായത് എനിക്ക് എന്താണ് ക്യാരക്ടർ എന്ന് ഏകദേശം രൂപയുള്ളൂ, അപ്പോൾ എന്താണ് പ്ലേ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ, എന്താണ് നമുക്കുള്ള സന്ദർഭം പ്ലേ ചെയ്യാനുള്ള, ഇതൊക്കെ അറിയാൻ ഭയങ്കര ടെൻഡൻസി കൂടും. അപ്പോൾ ഏകദേശം അറിഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞത് അത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്, ഇപ്പോൾ എനിക്ക് ബാക്കി പരിപാടികൾ അറിയത്തില്ല. അപ്പോൾ മച്ചാനെ നമ്മൾ രണ്ടുപേരുടെ ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ മച്ചാൻ 50% ഇട്ടാൽ മതി, ഞാൻ 50% ഇട്ടിരിക്കും. ഇങ്ങനെയാണ്. അപ്പം ഞാനൊന്ന് കംഫർട്ടായി. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവിടെ ആരും തന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല, എന്താണെന്ന് ഉള്ള കാര്യം പ്രിസൈസ്ലി ഇതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാത്തതിൻ്റെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് സേഫ് ഹാൻഡ്സ് ആണെന്നറിയാം. ഈ ഐ മീൻ ആക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനൊന്നും ഇല്ലാതെ കുറച്ചും കൂടെ രസമുള്ളൊരു ഡൈനാമിക്സ് ആളുകൾക്കിടയിൽ ഉണ്ടായപ്പം ആഷിഖേട്ടനും ശ്യാമേട്ടനൊക്കെ ഇവരെന്തായാലും ഒരു ക്ലബായി, കുഴപ്പമില്ല. ഐ മീൻ ടുഗദർനെസ് സംഭവിച്ചിരുന്നു. അതായത് ഇപ്പൊ സുരഭിയും ബാക്കിയുള്ള ഇതിലെല്ലാം എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ സീനിയേഴ്സും ജൂനിയേഴ്സിലേക്കൊക്കെ ഉള്ള പാലമായിരുന്നു സുരഭി. ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന. പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു സിനിമ കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ സക്സസ് ഡെഫിനറ്റ്ലി മനുഷ്യർ കാണുക, റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആകുക. ഇതിനൊക്കെ ഉപരി ഒരു 4 വർഷം കഴിഞ്ഞ് ഇതിലെ ആക്ടേഴ്സോ ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യനോ ആരെങ്കിലും റൈഫ് ക്ലബിനെ പറ്റി ആലോചിച്ച് അവരുടെ മുഖത്തൊരു ചിരി വരും, അല്ലെങ്കിൽ ഒരു സന്തോഷം വരും. അത് ഇറ്റ് മാറ്റേഴ്സ്. അതായത് സക്സസ്സും എല്ലാം ഉണ്ടാകുമ്പം തന്നെ നമുക്ക് എന്തോരം ആക്ടേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മേ സക്സസ് ഒക്കെ ഉണ്ട്, ബട്ട് എനിക്ക് പാട്ടാ ഞാൻ തലവേദന ആയിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പം എല്ലാ തരത്തിലും ഒരു സക്സസ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ വർക്ക് ചെയ്തവർക്ക്. മറ്റൊരു പേര് അനുരാഗ് എന്നുള്ള പേര് നമ്മൾ പറയാതിരിക്കില്ല. അദ്ദേഹം ടീമിലുണ്ട്. ഐ മീൻ ക്ലബിനെ എതിർക്കുന്നത് പ്രധാന പുള്ളിയാണെന്ന് മനസ്സിലാകുന്ന മൊമെന്റ്, അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത മൊമെന്റ് എന്തൊക്കെയാണ്? അനുരാഗ് കശ്യപാണ് വില്ലൻ എന്നുള്ള സ്ഥലം അത് ആദ്യമേ തന്നെ കിട്ടിയിരുന്നു. അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളിപ്പം സുഹൃത്തുക്കളോടൊക്കെ എടാ ഇതിൽ വില്ലൻ ആരാ അറിയോ എന്ന് മറ്റേ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുരാഗ് കശ്യപ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നു. അവിടെ ഐ മീൻ എല്ലാ ആക്ടേഴ്സിനെയും പോലെ കുറച്ച് പേടിയുള്ള, ആക്ടിങ് കഴിഞ്ഞതിന് ശേഷം മോണിറ്ററിൽ വന്ന് നോക്കാത്ത, ഫിലിം മേക്കർ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നോക്കിയാൽ കൂടുതലും എൻ്റെ കുറച്ചും കൂടെ ക്രിട്ടിക്കലി എനിക്ക് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് പക്ഷേ ഇത് കറക്റ്റായിരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന, അതല്ലാതെ ഇവിടുത്തെ പ്രോസസ്സിനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കുന്ന,
ഇവിടുത്തെ കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ ഒരു സീൻ കഴിഞ്ഞു, അടുത്ത സീൻ ഇത് ചെയ്യാണ്, ബാക്കി ആക്ടേഴ്സിന് നമ്മൾ ലൈൻസ് പുറത്ത് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് അതിനോടാണ് അവർ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ കാണുമ്പം പുള്ളി പറഞ്ഞു, അതായത് അവിടെ കുറച്ചും കൂടെ ലൈൻസോ അല്ലെങ്കിൽ പോർഷനോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ക്യാരവാനിൽ പോവുകയും കറക്റ്റ് ആ ഒരു മൊമെന്റിൽ മാത്രം വന്ന് പെർഫോം ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വർക്കിംഗ് കൾച്ചറാണ് അവിടെ. പക്ഷെ നിങ്ങളെല്ലാവരും ഭയങ്കര രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നു. ഇത് ഇറ്റ്സ് ഓൺലി ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓഫ് മറ്റേ ഞാനും ദർശനയൊക്കെ ആരാ. അപ്പോൾ യാ ഐ മീൻ ഹീസ് വെരി ഇംപ്രസ്ഡ് നമ്മുടെ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നീഷ്യനെയൊക്കെ. ഐ മീൻ ഹി ഹാസ് ഹ്യൂജ് റെസ്പെക്ട്. അപ്പോൾ അത് പുള്ളി അത് വേർഡ്സിലും ബാക്കിയുള്ള എല്ലാ ഇതിലും തരുകയും ചെയ്യും നമുക്ക്. അങ്ങനെ ഐ മീൻ ഭയങ്കര ജനറസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പൊ ബ്രോ നമുക്ക് പന്നകശ്മീരൊക്കെ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് കുറെ പടങ്ങളെ പറ്റി ചോദിക്കാനൊക്കെ ഒരു തൊര വരുമല്ലോ, ഹാൻഡ് ബോയ് എന്നുള്ള ഇതിൽ. ഇപ്പൊ വിഷ്ണുവസ്തിക്ക് തീർച്ചയായും വരാൻ കാരണം ഈ പറഞ്ഞ ഒരു വിജയ സാധനമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോ വരാന്നാണ് വിചാരിക്കുന്നത്. അത് കട്ട് ഓഫ് ആയെന്ന് എനിക്കറിയില്ല. എന്റെ വിജയം മരിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞ കണ്ടോടനെ നോ സ്മോക്കിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങള് സത്യം എഴുതിയത്, അല്ലെങ്കിൽ മണിരത്നത്തിന്റെ കൂടെ മറ്റേ ദിൽസേര് വർക്കിയത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ചോദിക്കുക. അതായത് ഒരു ഇന്ത്യൻ സിനിമ ഷേപ്പ് അപ്പ് ചെയ്തതിൽ പ്രധാനി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളാണ്. ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? എന്തായിരുന്നു സീൻ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മാക്സിമം ടൈമൊന്നും ഷൂട്ടുണ്ട്. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ സാധനത്തിൽ പുള്ളി ഒരു ഷൂട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് തളർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ റാൻഡമിലി എന്തെങ്കിലും ഗ്രീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ ഓറിയന്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, അല്ലാതെ ഇങ്ങനത്തെ ഒരു ഭയങ്കര സീരിയസ് കോൺവെർസേഷൻ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം നമുക്കതല്ലാതെ ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര എഫർട്ട്ലെസ് ആണ്, ആ സമയത്തൊക്കെ ഉള്ള കോൺവെർസേഷൻ്റെ ഡൈനാമിക്സും, അല്ലാതെ ഞാൻ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡേയ്സ് എന്ന് എന്നോട് ചോദിച്ചാൽ തന്നെ ഞാൻ എൻ്റെ പൊന്നളിയാ എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു എനിക്ക് അങ്ങനത്തെ കോൺവെർസേഷനോ ഗാങ്സ് ഓഫ് വസീം എനിക്ക് ചോദിക്കണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ അതിൽ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയിലേക്കൊന്നും ഉള്ള കോൺവെർസേഷൻ ഒന്നും പോയിട്ടില്ല. ഈ ഗോഡ്ജോയിൽ തന്നെ അദ്ദേഹം ഇപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഗോഡ്ജോയും ഐ മീൻ ദിലീഷ് പോത്തൻ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെയാണ് ഇത് വേറെ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടെന്നും, അല്ലെങ്കിൽ ഹനുമാൻ ഖാന്റെ ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അനുരാഗ് കാശ്മീരിന്റെ ഏരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പടം ഞങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത്.